ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും RG സ്കീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നല്ല നിങ്ങൾ മിക്കൊരു ടൗൺ ഹാൾ 12th കാർക്കുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, വേറൊന്നുമല്ല, 12th ഏറ്റവും ബെസ്റ്റ് 2 അറ്റാക്കിംഗ് സ്ട്രാറ്റജികളാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് അറ്റാക്കിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു ഇലക്ട്രോ സർജറി അങ്ങനെ പറയാം, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഫുൾ ലൈറ്റ്നിങ് സ്പെൽ എടുക്കുക, 7 ഇലക്ട്രോ ഡ്രാഗൺ, 9 ബലൂൺസ്, 2 വാൾ ബ്രേക്കേഴ്സ്, 1 ആർച്ച്. അതുപോലെ തന്നെ ക്ലാങ്കാസിൽ മാക്സ് ആയിട്ടില്ലേണ്ടത്. ക്ലാങ്കാസിൽ മാക്സ് ആകുമ്പോൾ ഫുൾ സൂപ്പർ ബാർബിയൻസ്, 2 ലൈറ്റ്നിങ് സ്പെൽ. പിന്നെ അതെ ഈ ഒരു സീജ് മിഷനാണ്. ഓക്കെ, ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞൂടാ. പിന്നെ എക്യുപ്മെൻറ്റ്സ്, കിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സ് വരുവാണ് ഈ ഒരു സംഭവങ്ങളാണ്. ഇത് ജാൻ ഗൗട്ട്ലെറ്റും പിന്നെ വേറെ എന്തോ ഒരു സാധനം കൂടെയാണ്. ഇത് നല്ല സാധനമാണ്, ഇത് മാക്സിമം നല്ല മാക്സ് ആക്കാൻ ശ്രമിക്കുക. പിന്നെ ക്യൂനിൻ്റെത് ജാൻഡ് ആരോയും ഹീൽ പപ്പറ്റും ആണ് വെക്കേണ്ടത്. അത് നല്ലൊരു കോമ്പിനേഷനാണ് ടൗൺ ഹാൾ 12th. പിന്നെ വാർഡൻ്റെത് ഇത് രണ്ടുമാണ് വെക്കേണ്ട, റേജമും പിന്നെ വേറെന്തോ സംഭവമാണ്. അതിൻ്റെയൊക്കെ പേരൊന്നും ഞാൻ കാണിച്ചു തരാം. ഇത് റേജും, ഇത് എൻറ്റേർണൽ ടോം. ഓക്കെ, ഇതാണ് വെക്കേണ്ട വാർഡന്. പിന്നെ ഇതിൻ്റെ പേര് വല്ലാത്തൊരു പേരാണ്, ജാൻഗോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം മച്ചാമാരെ, ഞാൻ ഇത് വെച്ചിട്ടൊരു അറ്റാക്കും കൂടെ കാണിച്ചു തരാം. എന്നാലും ക്ലാൻ ബാർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവനാണ് എനിക്ക് റെക്കമെൻഡഡ് കാണിക്കുന്നത്. ഓക്കെ, 11th ടൗൺ ഹാൾ അത്യാവശ്യം മാക്സ് ആയിട്ടുള്ളൊരു ബേസാണ്. ഓക്കെ, ഇവനെ വെച്ച് ഒരു അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരുത്തനെ അറ്റാക്ക് ചെയ്യുക. ഇത്തിരി മുന്നോട്ട് പോവാം. ഇവനെ നോക്കട്ടെ. ഓക്കെ, ഇവൻ അത്യാവശ്യം മാക്സ് ബേസാണ്. 11th ടൗൺ ആണ്. 12th വെച്ച് 12th റഷ് ബേസിനെ വെച്ച് 11th മാക്സിനെ എങ്ങനെ അടിക്കാം എന്നതും കൂടെയാണ് ഈ ഒരു അറ്റാക്കിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഞാൻ അറ്റാക്കിന് വന്നിരുന്നത് ഫസ്റ്റ് ലൈറ്റ്നിങ് സ്പെല്ലാണ്. ലൈറ്റ്നിങ് സ്പെല്ല് എടുത്ത് നമ്മൾ ഇൻഫർണോയും ഈ ആർട്ടിലറിയും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എയർ ഡിഫൻസ് ആണ് നോക്കേണ്ടത്. ഓക്കെ, എയർ അറ്റാക്കാണിത്. അപ്പോൾ ഫസ്റ്റ് 1 2 3 ലൈറ്റ്നിങ് സ്പെൽ എല്ലാവർക്കും 3 വെച്ചിട്ട് കൊടുക്കാം. 4 ലൈറ്റ്നിങ് സ്പെൽ ബാക്കി കാണും, അത് നിങ്ങൾ വെച്ചേക്കണം. ഇനി ഫസ്റ്റ് വാർഡൻ, ഡ്രാഗൺസ് ആൻഡ് കിങ് ഒരിക്കലും വാർഡൻ്റെ കൂടെ ഇറക്കൽ, സൈഡിലോട്ടായിട്ട് ഇറങ്ങണം, എന്നിട്ട് വാർഡൻ്റെ അടുത്തോട്ട് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ വന്നില്ല, തിരിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഈ സീജ് മിഷന് ഇവിടെ ഇറക്കി കൊടുക്കാം. പിന്നെ ഒരു ലൈറ്റ്നിങ് സ്പെല്ലൊക്കെ ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ലൈറ്റ്നിങ് സ്പെല്ലൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഇടണം. അത് ബലൂൺസിനെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ലൈറ്റ്നിങ് സ്പെല്ല് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഡിഫൻസിനും കൂടെ എഫക്റ്റ് ആവുന്ന രീതിയിൽ വേണം ഇടാൻ. അങ്ങനെ ഇടുവാണെങ്കിൽ കുറേ ഡിഫൻസ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഇതായിട്ടുണ്ട്, വാൾ ബ്രേക്കേഴ്സിനും കൂടെ നോക്കി കൊടുക്കാം. വാൾ ബ്രേക്കറിൻ്റെ ലെവൽ കുറവാണ്. ഓക്കെ, ഇനി ക്യൂനാണ്. പിന്നെ ഇവിടെ ഇറക്കാം, അഡിറ്റ് കൊടുക്കുക. ഓക്കെ, ടൗൺ ഹാളിൽ നിങ്ങൾക്ക് ഒരു ഹീലർ വന്ന് ക്യൂന് ഹീൽ കൊടുക്കുന്നുണ്ട്. ഇനി ആൾക്കാരാണ് കേക്കിങ്ങിൻ്റെ കൂടെ കൊടുക്കാം. 1 ലൈറ്റ്നിങ് സ്പെൽ, എക്സ്ബോസ് ആൻഡ് ഇൻഫർണോ. അങ്ങനെ ഓക്കെ, വാർഡൻ അടിച്ച് കൊടുക്കാം. ഇത് ക്യൂൻ ഇവിടെ ക്യൂനിൻ്റെ ബോൾ ക്യൂനും വാർഡനുമാണ് ഇങ്ങനെയാണെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു സീജ് മിഷൻ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളായിട്ട് ഒരിക്കലും കൊടുക്കണ്ട, തന്നെ ഓപ്പണായി വരുന്നതാണ് നല്ലത്. മാക്സിമം വാളും
ഡിഫൻസേഴ്സ് എല്ലാം പൊട്ടിച്ച് വരുന്നതാണ് ഏറ്റവും നല്ലത്. മിഷൻ ഈ ഒരു സൈഡിൽ നിന്ന് ഇറക്കി തരിക. അപ്പോൾ ഈ ഒരു ബേസ് എന്തായാലും ഫുൾ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ന്യൂ ബെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരു ട്രെയിനിങ് ഒക്കെ ആയിട്ട് കാണിച്ചുതരാം. ഓക്കെ, ഇത് തന്നെയാണ് കിടക്കുന്നത്. വേറൊന്നും ട്രെയിൻ ചെയ്യാൻ ഇട്ടിട്ടില്ല. ഞാനിപ്പോൾ വേറൊരു ട്രെയിനിങ് അതെന്തായാലും ഞാൻ ഇവിടെ കാണിച്ചത്. ഞാനിപ്പോൾ അറ്റാക്ക് ചെയ്ത് കാണിക്കുന്നില്ല. അതൊരു ക്യൂൺ ചാർജ് തന്നെയാണ്. അതിനായിട്ട് 4 ഹീലേഴ്സ് വേണം. പിന്നെ ഇലക്ട്രോ ഡ്രാഗൺ. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്തുവായിരുന്നു? 3 വാൾ ബ്രേക്കേഴ്സ്. ഓക്കെ, ലെവൽ 6 ആണെങ്കിൽ 3 വാൾ ബ്രേക്കേഴ്സ് മതി. ലെവൽ 7 ആണെങ്കിൽ നിങ്ങൾക്ക് 2 വാൾ ബ്രേക്കേഴ്സ് മതി. ഇതെടുക്കുക. പിന്നെ ഫുള്ള് ഇതല്ല, സോറി തെറ്റിപ്പോയതാണ്. ഈ ഒരു ഹീലറും. ഓക്കെ, അപ്പോൾ 5 ഹീലർ, ടോട്ടൽ 6 ഹീലേഴ്സ് വേണം. ഓക്കെ, ഒരു വിസാർഡ് എടുത്തിട്ടുണ്ട്. സ്പെൽസ് നോക്കുകയാണെങ്കിൽ ലൈറ്റ്നിങ് സ്പെല്ല് തന്നെയാണ്. ഓക്കെ, ഇത് ചുമ്മാ ഇങ്ങനെ ട്രെയിൻ ആക്കിയിടാം. ഓക്കെ, ഇതിലെന്തോ ഓക്കെ, അതുകൊണ്ട് ട്രെയിൻ ചെയ്യാവില്ല. ഓക്കെ, ഈ ഒരു സീജ് മിഷൻ ഒരിക്കലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സീജ് മിഷൻ എപ്പോഴും നല്ലത് ഇത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ലത് ഇതാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സീജ് മിഷൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ട്രൂപ്സ് ലൈറ്റ്നിങ് സ്പെല്ല് തന്നെ മതി, അതാണ് നല്ലത്. സ്പെൽസ് ലൈറ്റ്നിങ് സ്പെല്ല് തന്നെ. ഓക്കെ, ട്രൂപ്സ് വെക്കേണ്ടത് റൂട്ട് റൈഡർ വെക്കുക. അതുപോലെ തന്നെ ടണ്ടേഴ്സ് 2 പിന്നെ ഒരു വാൾ ബ്രേക്കർ, പിന്നെ ആർച്ച്. ഇത്രയുമാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഫ്ലോട്ടിൻ്റെ ഒരു അറ്റാക്ക്. ഇതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ ട്രെയിൻ ചെയ്യുക. പിന്നെ ഹീറോസിൻ്റെ എക്യുപ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റവും തന്നെ ഇല്ല. ക്യൂനിൻ്റെ വേണമെങ്കിൽ മാറ്റാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഐസാരം ഇല്ല. ഈ ഒരു ഹീലിംഗ് വെപ്പന് മാറ്റിയിട്ട് ഐസാരം എടുക്കാം. ഇല്ലെങ്കിൽ ഹീലിംഗ് വെപ്പന് മാറ്റിയിട്ട് ഈ ഒരു ഇൻവിസിബിലിറ്റി ഗെയിൽ എന്ന് പറയുന്ന ആ ഒരു സാധനം വെക്കാം. ഒരിക്കലും തന്നെ ഈ ജയൻ്റ് മാറ്റാതിരിക്കുക. ജയൻ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ട്രിക്കി ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ കിങ്ങിൻ്റെ കാര്യത്തിലൂടെ വരികയാണെങ്കിൽ ഈ ഒരു സംഭവം തന്നെ എല്ലാവരും വെക്കാൻ ശ്രമിക്കുക. പെർ ഹിറ്റിന് 200 HP വെച്ചാണ് കൂടുന്നത്. കിടിലെന്നൊരു സംഭവമാണ്. 12 ലെവലിന് നിങ്ങൾ മിക്കവരും വെക്കുന്നത് ഈ ഒരു റേജ് എന്ന് പറയുന്ന സംഭവമാണ്. ഇത് ഒരു കാര്യവും ഇല്ല. നമ്മൾ വെക്കുക 10 സെക്കൻഡ് ആണ് അബിലിറ്റി ഡ്യൂറേഷൻ. അതിന് ഡാമേജ് 135 കൂടും. ഹീറോയ്ക്ക് എന്തുവാണ് ഡാമേജ് പെർ സെക്കൻഡ് 42 പിന്നെ ഹെൽത്ത് റിക്കവർ ആവുന്നത് 520. ഇത്രേ ഉള്ളൂ ഈ എന്താണ് റേജിൻ്റെ സംഭവം. ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ക്യൂനിൻ്റെത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഓക്കെ, ഇപ്പോൾ ഒരു ഗോബിൻ മാപ്പ് എടുക്കാം. ഗോബിൻ മാപ്പ് എടുത്തിട്ട് ഇത് ഈഗിൾ ഡെയർ എന്ന് പറയുന്നൊരു മാപ്പുണ്ട്. അറ്റാക്ക് ചെയ്ത് കാണിച്ചു തരാം. എടുക്കുന്നുണ്ട് കുറേ ഈഗിളാർട്ടില്ലറീസ് ഉള്ളത്. ഓക്കെ, വേറെ ഈഗിള്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ഞാനൊന്ന് അറ്റാക്ക് ചെയ്ത് കാണിച്ചാൽ ഇങ്ങനത്തെ ബേസ്, അതായത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഓരോരോ ഡിഫൻസ് വെച്ചേക്കുന്നത്. അതായത് ഈ ഒരു സൈഡ് 6 o'clock തൊട്ട് 12 o'clock വരെ ഉള്ള സംഭവങ്ങൾ നേരെ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഡിഫൻസ് ഉണ്ടല്ലോ, ഡിഫൻസ് ഇവിടെയും ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഈഗിൾ ആർട്ടില്ലറി
അതുപോലെ തന്നെയാണ് സെയിം ഈഗിൾ ആർട്ടിലറി ഉണ്ടോ. അപ്പോൾ ഈ ഒരു ഈഗിൾ ആർട്ടിലറിക്കും അത് അറ്റാക്ക് കിട്ടുന്നതാണ്. പിന്നെ ടൗൺ ഹാള്, പിന്നെ സൈഡിലുള്ള ഇതും ഇത്രത്തിനും ബാധിക്കുന്നതാണ് ക്യൂവിൻ്റെ ഒരു അറ്റാക്ക്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ട്രൂപ്സ് കൊണ്ട് ഇത് ഫുള്ള് ഞാൻ കയറി കാണിച്ചു തരാം. ഫസ്റ്റ് ലൈറ്റ്നിങ് സ്പെല്ല് 9th ലെവലിൻ്റെ ലൈറ്റ്നിങ് സ്പെല്ല് എടുത്ത് വെക്കാം. എന്നിട്ട് 3 o'clock പിന്നെ 9 o'clock ഇവിടെ രണ്ടിടത്തായിട്ട് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കാം. ഡിഫൻസും ഈഗിൾ ആർട്ടിലറി ആർച്ചർ ടവറിനും ബാധിക്കണം. ഓക്കെ, അപ്പോൾ ഡിഫൻസിൽ പൊട്ടുന്നവരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇത്ര ഡാമേജ് കിട്ടി. ഇനി 7 ലൈറ്റ്നിങ് സ്പെല്ലുണ്ട്, അതുകൊണ്ട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെയുണ്ട. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതിന് കിട്ടുന്നുണ്ട്. ചേർന്ന ഇവിടെ 7 എണ്ണമായിരുന്നു ഉള്ളത്. ഓക്കെ, ഇനിയാണ് ക്യൂവിൻ്റെ അത് ചെയ്യേണ്ടത്. ക്യൂവിനെ കറക്റ്റ് പറയുവാണെങ്കിൽ ഈ ഒരു വാളിൻ്റെ ഇങ്ങനെ തൊടുകുമ്പോഴേക്കും ഇവിടെ ഒരു റെഡ് ഇത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെയായിട്ട് കൊണ്ടുവരട്ടെ. വാർഡൻ അമ്പത്തി അപ്പോൾ ക്യൂ റെഡായിട്ടില്ല. ക്യൂവും റെഡാവാറായി. ക്യൂവും റെഡാവുന്നവരെ വിളിക്കുകയാണ്. ഓക്കെ, ക്യൂവും റെഡായി. ഇത്രയും കാലിയായിട്ടുണ്ട്. ഇങ്ങനെ ഇതിവിടെ എത്തിയിട്ട് ഓക്കെ സെറ്റാക്കിയിട്ടുണ്ടൊക്കെ റീട്രൈഡർ ഉള്ള എല്ലാ മുതലും പിടിച്ച് വന്നു. ഞാൻ റീട്രൈഡറിന് പിടിക്കുന്നു. ഓക്കെ, പിന്നെ റീട്രൈഡർ ഹെഡ് ഉണ്ടാകും. ഇത്ര ഐറ്റംസ് റീട്രൈഡർ ഇന്നെല്ലാം കേട്ടു. റീട്രൈഡർ ഒരു കിഡിലൻ സാധനം തന്നെയാണ്, ഭയങ്കര പവറാണ്. ഓക്കെ, കണ്ടില്ല ഇതാണ്. പിന്നെ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് കുത്തിയേക്കാം. അപ്പോൾ ഇതാണ് ട്യൂണിൻ്റെ ഉപയോഗം. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ നിങ്ങൾ വളരെ ക്വിക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ ക്ലാൻ ഗെയിംസ് ഒക്കെ ആരൊക്കെ കംപ്ലീറ്റ് ആക്കിയെന്ന്, ആരൊക്കെ ക്ലാൻ കംപ്ലീറ്റ് ആക്കിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബിൽഡർ ഒരു ബിൽഡർ വെറുതെ കിടക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാൻ കാശില്ല. ഇവിടെ എന്തൊക്കെയാണ് അന്നാണ്. അപ്പോൾ അങ്ങോട്ട് കളഞ്ഞേക്കാം. അപ്പോൾ ബിൽഡർ ബേസ് ഞാൻ ഭയങ്കര റഷാണ് കളിക്കുന്നത്. ആരും കമൻറ്റൊന്നും ഇടാൻ പാടില്ല. ബിൽഡർ ബേസ് ഇത്രയും റഷാണ്. അപ്പോൾ ഞാൻ റഷാണ്. പിന്നെ ഇവിടെയും നല്ലൊരു റഷ് ബേസാണിത്. പക്ഷേ ഈ ഒരു ബേസ് റഷാണെങ്കിൽ എൻ്റെ ട്രൂപ്സ്, ഞാൻ ഉപയോഗിക്കുന്ന ട്രൂപ്സ് എല്ലാം ഞാൻ മാക്സ് ആക്കിയിട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ ക്ലാങ്കൽസിൽ ഞാൻ എന്തായാലും മാക്സ് ആക്കും. പിന്നെ ഇൻഫർണോ, എയർ ഡിഫൻസ്, ഈഗിൾ ആർട്ടിലറി ഇത്രയും ഞാൻ മാക്സ് ആക്കാറുള്ളൂ. പിന്നെ ഹീറോസ് കുറച്ച് ലെവലൊക്കെ അപ്ഗ്രേഡ് ആവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ബേസിൻ്റെ ഒക്കെ പോക്ക്. അപ്പോൾ എന്തായാലും വേറെ ഒന്നൊരു പരിപാടിയില്ല. അപ്പം ചാമരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. പോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.